ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ചോക്ലേറ്റ് കപ്പ് കേക്കാണ്. വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാൻ 1/4 കപ്പിൻ്റെ പകുതി ചെറിയ ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് കോഫി പൗഡറും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കപ്പ് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1.5 ടീസ്പൂണ് കോക്കോ പൗഡറും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇടവിട്ട് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ കോഫിയും ഇടവിട്ട് ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ് കേക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ബാറ്റർ ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ് കേക്ക് റെഡിയാക്കാനായിട്ടുള്ള മോൾഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുള്ള ഈ ബാറ്റർ നമുക്ക് ഓരോ കപ്പിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ കപ്പിലും ഈ ബാറ്റർ ഒഴിക്കുമ്പോൾ ഓരോ കപ്പിൻ്റെ പകുതിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത്. കാരണം ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ കപ്പ് ഫുള്ളായിട്ട് തന്നെ ഈ കേക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കപ്പിൻ്റെ പകുതി ആയിട്ടാണ് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത്. എല്ലാ കപ്പിലും ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവനിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റാണ് ഈ കപ്പ് കേക്കൊക്കെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ 15 മിനിറ്റിന് ശേഷം നമ്മുടെ കപ്പ് കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കപ്പ് കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതാ കപ്പ് കേക്കൊക്കെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പൊങ്ങി വന്നിട്ടുള്ള കപ്പ് കേക്കൊക്കെ ചെറുതായിട്ടൊന്ന് മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ടൊരു ഡിസൈൻ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതാ 1M നോസിൽ വെച്ചിട്ട് ഉള്ളൊരു റോസെറ്റാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ കപ്പ് കേക്കിൻ്റെ മുകളിലായിട്ടും ഈ ഒരു ഡിസൈൻ കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ചോക്ലേറ്റ് കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഡിസൈൻ ചെയ്യാതെയും ചോക്ലേറ്റ് കപ്പ് കേക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്